കമ്മിങ് ടു ആ നെക്സ്റ്റ് ചാപ്റ്റർ, അതാണ് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ബയോടെക്നോളജി എങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുകയും രണ്ടാമത്തെ ചാപ്റ്റർ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിൽ ആ ചെയ്ത കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് കൊണ്ടുവരാം, എന്തൊക്കെ ഉപയോഗങ്ങൾ അതുവഴി ഉണ്ട് എന്ന് കൊണ്ടുവരുന്ന ചാപ്റ്റർ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ്. ബേസിക്കലി കുറച്ച് ചെറിയൊരു ചാപ്റ്റർ അല്ലേ. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുള്ളൂ അല്ലേ. പ്ലാന്റ്സിലുള്ള ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ, അതായത് അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള ആപ്ലിക്കേഷൻസ്, മെഡിസിനിലുള്ളത്, പിന്നെ കുറച്ച് ട്രാൻസ്ജെനിക് ആനിമൽസും, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി അതിന്റെ എല്ലാ സാധനങ്ങളിൽ നിന്നും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, വാ. നെയിം ദ ക്രൈജീൻ ദാറ്റ് കൺട്രോൾ കോൺ ബോറർ ഇൻസെക്ട്. കോൺ ബോററിനെ നശിപ്പിക്കുന്ന ക്രൈജീന്റെ പേര്. കോൺ ബോററിനെ നശിപ്പിക്കുന്നത് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് Cry1AB എന്ന് പറയുന്ന ജീന. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക. കോട്ടൺ ബോൾ വേംസിനെ നശിപ്പിക്കുന്നത് ആരാണ് എന്നും കൂടെ ചോദിക്കാം. സോ കോട്ടൺ ബോൾ വേംസിനെ നശിപ്പിക്കുന്നത് ഏത് ജീന, ഏത് ക്രൈജീൻസാ? രണ്ട് ക്രൈജീൻസ് ഉണ്ടാ. ഒന്ന് Cry1AC-യും രണ്ടാമത്തത് Cry2AB-യും. ഓക്കെ, രണ്ടും അറിഞ്ഞിരിക്കണം. ഇപ്പം ഒരു വട്ടം ഇത് ചോദിച്ച് കോൺ ബോർഡർ ചോദിച്ചാൽ നെക്സ്റ്റ് ടൈം കോട്ടൺ ബോൾ വേംസ് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇൻ BT കോട്ടൺ. BT കോട്ടൺ അതായത് നമ്മൾ ട്രാൻസ്ജെനിക് പ്ലാന്റ് ആണ് ഈ BT കോട്ടൺ. നമ്മൾ അതിന്റെ ജീനിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ BT കോട്ടണ് സ്വന്തമായിട്ട് ഇൻസെക്റ്റിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനെ ഏത് ഇൻസെക്ട് വന്ന് ഉപദ്രവിച്ചാലും ആ ഇൻസെക്ട് അങ്ങ് ചത്തുപോകും. സോ ഇറ്റ് ആക്ട് ആസ് എ ബയോപെസ്റ്റിസൈഡ്. അതെങ്ങനെയാണ് ആ ഇൻസെക്റ്റിനെ കൊല്ലുന്നത് എന്നുള്ളതാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറയാൻ പോവാം. സോ ഈ BT കോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റിന് എന്തുണ്ട്? BT കോട്ടൺ ഹാസ് ക്രൈജീൻ അല്ലെ, ക്രൈജീൻ ഉണ്ട്. ഈ ക്രൈജീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ക്രൈ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു ടോക്സിനാ. ക്രൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടോക്സിൻ ആണ്. ഈ ടോക്സിന്റെ പ്രത്യേകത, ഇതിപ്പോ ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ? അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ക്രൈ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഈ പ്രോട്ടീനെ ആര് വന്ന് കഴിക്കും? ഇൻസെക്ട് വന്ന് കഴിക്കും. ഇൻസെക്ട് ഇൻജസ്റ്റ് ദിസ് ടോക്സിൻ. ഈ ടോക്സിനെ ആര് വന്ന് കഴിച്ചു? ഇൻസെക്ട് വന്ന് കഴിച്ചു. വന്ന് ചെടി കഴിച്ചപ്പോൾ ചെടിയിനകത്ത് ഈ ടോക്സിൻ ഉണ്ടായിരുന്നു, ഇൻസെക്ട് അതങ്ങോട്ട് കഴിച്ചു. ഇൻസെക്റ്റിന്റെ ഈ ഗട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഇൻറ്റസ്റ്റൈനും ആ ഫുഡ് പാർട്ടിക്കിൾസ് ഇറങ്ങി പോകുന്ന ആ കംപ്ലീറ്റ് സീക്വൻസ്, അതിനാണ് ഗട്ട് എന്ന് നമ്മൾ പറയാം. സോ അവരുടെ അന്നനാളം സാധനങ്ങൾ അതിനകത്തൊക്കെ എന്ത് pH ആ? ആൽക്കലൈൻ pH ആ. ആ ആൽക്കലൈൻ pH വെച്ചിട്ട് ഈ ഇനാക്റ്റീവ് ടോക്സിൻ എന്തായിട്ട് മാറും? ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറും. സോ നമ്മൾ എഴുതും ഡ്യൂ ടു the alkaline pH of the gut of insect. ഇൻസെക്റ്റിന്റെ ആൽക്കലൈൻ pHല്, ആ ഗട്ടില് ആൽക്കലൈൻ pH ആയത് കാരണം the toxin becomes active. ആ ടോക്സിൻ എന്തായി മാറും? ആക്റ്റീവ് ആയിട്ട് മാറും. ടോക്സിൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ടോക്സിൻ എന്ത് ചെയ്യും? the toxin binds to the gut cells of insect. ഇൻസെക്റ്റിന്റെ ഗട്ട് സെൽസുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ആൻഡ് ക്രിയേറ്റ് പോർസ് ഇൻ ഇറ്റ്. അതിനകത്ത് മൊത്തം ഹോൾസ് ഉണ്ടാക്കും. ഹോൾസ് ഉണ്ടാക്കിയിട്ട് അത് നിർത്തിയോ? ഇല്ല. ഹോൾസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇറ്റ് കോസസ് സ്വെല്ലിങ്. അതിനകത്തൊക്കെ വെള്ളം കയറും ആ സെൽസിനകത്ത്. സ്വെല്ലിങ് ആൻഡ് ലൈസിസ് ഓഫ് ദി ഗട്ട് സെൽസ്. അതിന്റെ ആ ഗട്ടിലുള്ള സെൽസിനെല്ലാം ഇങ്ങനെ വീർത്ത് പൊട്ടി ആ സെൽസ് ഫുൾ നശിച്ചു പോവും. അങ്ങനെ ഇവൻച്വലി ദാറ്റ് ഇൻസെക്ട് ഡൈ. ഇൻസെക്ട് ചത്തുപോകും. ഇങ്ങനെയാണ് ഇൻസെക്റ്റിനെതിരെയുള്ള മെക്കാനിസം ആര് കൊണ്ടുവരുന്നത്? നമ്മളുടെ BT കോട്ടൺ അല്ലെങ്കിൽ ബാസിലസ് തുറിഞ്ചിയൻസിസ് കോട്ടൺ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആ. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, what are genetically modified organism? Mention any one merit of a genetically modified plant. ഏതെങ്കിലും ഒരു മെറിറ്റ് പറയാനാ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 5 മെറിറ്റ്സ് ഒക്കെ എഴുതാനും ചോദിക്കാം. നമുക്കത് പറയാം. വാട്ട് ഇസ് GMO അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്? എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ?
Genetically modified organisms are the organisms whose DNA is manipulated. DNA manipulate ചെയ്ത ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് genetically modified organism. അല്ലെങ്കിൽ they are the organism who has an extra foreign DNA in them, or they have an extra foreign DNA in them. അവർക്കൊരു എക്സ്ട്രാ ഫോറിൻ DNA ഉള്ളവരെ നമ്മൾ എന്താ വിളിക്കുക? ഒരു genetically modified organism എന്നാ വിളിക്കുക. ഓക്കെ, what are their uses? സോ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് GM പ്ലാന്റ്സിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും വൺ മെറിറ്റ്, എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത്. GM പ്ലാന്റ്സിന് ഒരുപാട് ഗുണം ഉണ്ടടാ. അതിൽ ഒന്നാമത്തത്, ദേ ആക്ട് ആസ് എ ബയോപെസ്റ്റിസൈഡ്. അവർ സ്വന്തമായിട്ട് ബയോപെസ്റ്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഗുണമല്ലേ നമുക്ക്? ആണ്. ഇനി അവർക്ക് ഈ അബയോട്ടിക് സ്ട്രെസ്സസിനോടുള്ള ടോളറൻസ് കൂടുതലായിരിക്കും കുറവായിരിക്കുമോ? ഭയങ്കര ടോളറൻസ് ആയിരിക്കും സാധാ പ്ലാന്റ്സിനെക്കാളും. സോ ദേ ഹാവ് ഇൻക്രീസ്ഡ് ടോളറൻസ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. അബയോട്ടിക് സ്ട്രെസ്സസ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഈ വരൾച്ച, ഡ്രോട്ട്, പിന്നെ സലൈനിറ്റി, ഇൻക്രീസ്ഡ് സലൈനിറ്റി, ഉപ്പുരസം കൂടുതൽ, അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങളിൽ സാധാ പ്ലാന്റ്സിനൊന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവർക്ക് നന്നായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇവരുടെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയാൻ നേരത്ത് ദേ ഹാവ് ഇൻക്രീസ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. അവർക്ക് സാധാ പ്ലാന്റ്സിനേക്കാളും ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ആളാണ് ഗോൾഡൻ റൈസ്. സാധാ റൈസിനേക്കാളും വൈറ്റമിൻ എ കൂടിയ ആളാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കൂടുതലായിരിക്കും കുറവായിരിക്കോ? കുറവായിരിക്കും. ദേ ഹാവ് റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. ഇനി ഇവർ ബയോപെസ്റ്റിസൈഡിനൊക്കെ യൂസ് ചെയ്യുന്ന കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കുറവായിരിക്കും. റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ ദി കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഇനി ഇവർക്ക് മിനറൽ യൂസേജ് എഫിഷ്യൻസി ഒക്കെ കൂടുതലായിരിക്കും. ദേ ഹാവ് ഇൻക്രീസ്ഡ് മിനറൽ യൂസേജ് എഫിഷ്യൻസി. അങ്ങനത്തെ 2-3-4 ഇപ്പൊ പറഞ്ഞത്. ഒന്നേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സപ്പോസ് 2-3 പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ടോപ്പിക്സ് ഒക്കെ എഴുതി വെക്കണം. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, explain how Eli Lilly company produce genetically engineered insulin. സോ ആദ്യമായിട്ട് ജനറ്റിക്കലി എൻജിനീയർഡ് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ പേരാണ് എലി ലില്ലി കമ്പനി. നമുക്കറിയാം അത് എലി ലില്ലി കമ്പനി ആണെന്ന്. എങ്ങനെയാ അവരിത് പ്രൊഡ്യൂസ് ചെയ്തത്? എലി ലില്ലി കമ്പനി അവരാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത്. അവരെന്താ ചെയ്തത്? എലി ലില്ലി കമ്പനി took separate genes for A peptide and B peptide. A peptideനും B peptideനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ജീൻസിനെ എവിടെ എടുത്തു? എന്നിട്ട് അവർ അടുത്ത ചെയ്ത് എന്താ? They separately inserted these genes into 2 different vectors. 2 different vectorsലേക്ക് A പെപ്റ്റൈഡിനെയും B പെപ്റ്റൈഡിനെയും അവർ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഈ വെക്ടറിനെ എടുത്ത് എങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു? 2 സെപ്പറേറ്റ് ഈക്വാളയിലേക്ക് ഇട്ട് കൊടുത്തു. ആൻഡ് ദേ inserted these vectors separately into 2 different ഈക്വാളൈ. 2 ഡിഫറെന്റ് ഈക്വാളയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ എന്തിനെ ഇട്ട് കൊടുത്തു? ആ 2 വെക്ടേഴ്സിനെയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ 2 ഈക്വാളയിനെയും സെപ്പറേറ്റ്ലി കൾച്ചർ ചെയ്തു. ദേ കൾച്ചേർഡ് ദ 2 ഈക്വാളൈ സെപ്പറേറ്റ് ആയിട്ട് അവരെ കൾച്ചർ ചെയ്തു. ആൻഡ് ഐസൊലേറ്റഡ് A and B പെപ്റ്റൈഡ്. A പെപ്റ്റൈഡിനെയും B പെപ്റ്റൈഡിനെയും സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തു. സോ അവരുടെ കയ്യിൽ ഇപ്പം A പെപ്റ്റൈഡും ഉണ്ട് B പെപ്റ്റൈഡും ഉണ്ട്. ഇനി അവരെന്ത് ചെയ്തു? 2നെയും കൂടി അങ്ങോട്ട് ജോയിൻ ചെയ്തു. ലാസ്റ്റ് അവർ ചെയ്തത് ദേ ജോയിൻഡ് A and B പെപ്റ്റൈഡ് യൂസിങ് എന്തുപയോഗിച്ചാണ് അവർ ജോയിൻ ചെയ്തത്?
യൂസിങ് ഡൈസൾഫൈഡ് ബോണ്ട്. ഡൈസൾഫൈഡ് ബോണ്ട് ഉപയോഗിച്ചാണ് അവർ ഫൈനലി ജോയിൻ ചെയ്തത്. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് അവർ എലി ലില്ലി കമ്പനി ഹ്യൂമൻ ഇൻസുലിൻ റീകോംബിനന്റ് ഹ്യൂമൻ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. ഓക്കെ, നെക്സ്റ്റ് നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ. ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ആരാ? റോസി പശു. ദാറ്റ് പ്രൊഡ്യൂസ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. ഫസ്റ്റ് പശുവിന്റെ പേര്, നമ്മളെ ഫസ്റ്റ് ട്രാൻസ്ജെനിക് പശുവിന്റെ പേരാണ് റോസി പശു. റോസി പശുവിന്റെ പ്രത്യേകത എന്താ? അവരേല് ഹ്യൂമൻ പ്രോട്ടീൻ ഉള്ള മിൽക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഹ്യൂമൻ പ്രോട്ടീന്റെ പേര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറയണം ഹ്യൂമൻ പ്രോട്ടീന്റെ പേരായിരുന്നു ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അത് എഴുതണം, ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ. ഓക്കെ, നെക്സ്റ്റ് expand ELISA and what is the principle of this process? ELISA full form എന്താ? ELISA means enzyme linked immunosorbent assay. enzyme linked immunosorbent assay. ELISA എന്ന് പറയുമ്പോൾ ഇപ്പം വാർഡിൽ ഇപ്പം മെഡിസിൻ വാർഡിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എഴുതി കൊടുക്കുന്ന സാധനം ഈ ELISA. കാരണം ഡെങ്കി, ലെപ്റ്റോ, സ്ക്രബ് ടൈഫസ് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ ഇല്ലേടാ, അതിനൊക്കെ നമ്മൾ അസുഖത്തെ കണ്ടുപിടിക്കുന്നത് അവരുടെ IgM ചെയ്തിട്ടാ. അതായത് IgM ELISA എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഈ ഡെങ്കിയുടെയും നമ്മുടെ സ്ക്രബ് ടൈഫസ്, ലെപ്റ്റോ ഇതിന്റെ എതിരെയൊക്കെയുള്ള ആന്റിജൻ ഉള്ള ആന്റിബോഡി, ഓക്കെ, IG ആന്റിബോഡീസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡീസ് നമ്മളെ ബോഡിയിൽ കാണും. ആ ആന്റിബോഡീസിനെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കും ELISA ചെയ്തിട്ട്. സോ വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള റിയാക്ഷൻ ആണ് ഇതിന് കാരണം, പ്രിൻസിപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് 3 യൂസസ് ഓഫ് ട്രാൻസ്ജെനിക് ആനിമൽസ്. പ്ലാന്റ്സിന്റെ കാര്യമല്ല ചോദിച്ചിരിക്കുന്നത്, ആനിമൽസിന്റെ കാര്യം. ട്രാൻസ്ജെനിക് ആനിമൽസിന് ഏതെങ്കിലും 3 യൂസസ്. ഒന്ന്, ഈ ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്ത് വി ക്യാൻ സ്റ്റഡി ദ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. അല്ലെ, നോർമൽ നമ്മളെ ബോഡിയിൽ നടക്കുന്ന നോർമൽ ഫിസിയോളജി എങ്ങനെയാണ്, നോർമൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ ചുമ്മാ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. കാരണം പല ഡിഫറെന്റ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ അത് പാടാം. നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസിൽ അതൊക്കെ പഠിക്കാം. ഇനി നോർമൽ ഡെവലപ്മെന്റും ഇത് മാത്രമല്ല, വേണമെങ്കിൽ ഒരു അസുഖത്തെ കുറിച്ചും പഠിക്കാം. വി ക്യാൻ സ്റ്റഡി അബൌട്ട് ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റും. എന്ത്? ടു പ്രൊഡ്യൂസ് ബയോളജിക്കൽ പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനും നമുക്ക് ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എംഫിസിമയ്ക്ക് ട്രീറ്റ് ചെയ്യുന്ന ആൽഫ-1 ആന്റിട്രിപ്സിൻ അത് എവിടുന്നാ? ട്രാൻസ്ജെനിക് ആനിമൽസിൽ നിന്നാ. റോസി പശുവിൽ നിന്നും ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്, അതും ബയോളജിക്കൽ പ്രോഡക്റ്റാ. ഓക്കെ, 3 പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ എന്നാലും അടുത്തേ കൂടെ പറയുകയാണ്. ഇവർ നമുക്ക് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യാം. വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ് മാത്രമല്ല, കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയും യൂസ് ചെയ്യാം. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഈ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിനൊക്കെ നമ്മൾ നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്നത് മൈസിനെയാണ്. ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എഴുതണം, പോളിയോ വാക്സിൻ ഒക്കെ നമ്മൾ മൈസ് വഴി ടെസ്റ്റ് ചെയ്തെടുത്ത സാധനം. ക്ലിയർ? 3 എഴുതിയാൽ മതി, ഞാൻ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മറന്നു പോവാതിരിക്കാൻ. ഓക്കെ, animals that have their DNA altered and express a foreign gene are called. ഇവിടെ ഒരു തെറ്റ് പറ്റും, അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ GMO എന്ന് കയറി എഴുതിക്കളയും. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാൻസ് അല്ല, അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആനിമൽസ് ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാൻസ്. പക്ഷെ ഇത് ആനിമൽ എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ. സോ യു ഹാവ് ടു റൈറ്റ് ട്രാൻസ്ജെനിക് ആനിമൽസ്. അങ്ങനെയുള്ള ആനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്നാ വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം. എന്ത് ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്? ഇൻസുലിന്റെ പടമാണ് തന്നിട്ടുള്ളത് അല്ലെ. പ്രോ ഇൻസുലിന്റെ പടവും തന്നിട്ടുണ്ട്, മെച്ചുവർ ഇൻസുലിന്റെ പടവും തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പ്രോ ഇൻസുലിൻ. സോ പ്രോ ഇൻസുലിന്റെ സ്ട്രക്ചർ ആണ് ഫസ്റ്റ് അവർ പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പറയാം. പ്രോ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര പെപ്റ്റൈഡ്സ് ഉണ്ടടാ? പ്രോ ഇൻസുലിൻ ഹാസ്
3 പെപ്റ്റൈഡ്സ് അല്ലെ, 3 പെപ്റ്റൈഡ്സ് ഉണ്ട്. എ പെപ്റ്റൈഡ് ഉണ്ട്, ബി പെപ്റ്റൈഡ് ഉണ്ട്, സി പെപ്റ്റൈഡ് ഉണ്ട്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ പ്രോ ഇൻസുലിൻ when it becomes mature insulin? പ്രോ ഇൻസുലിൻ മെച്ചുവർ ഇൻസുലിൻ ആവുമ്പോൾ എന്ത് ചേഞ്ച് അതിനകത്ത് വരിക? മെച്ചുവർ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുള്ളൂ, എത്ര പെപ്റ്റൈഡേ ഉള്ളൂ? മെച്ചുവർ ഇൻസുലിൻ ഹാസ് ഓൺലി 2 പെപ്റ്റൈഡ്സ്, 2 പെപ്റ്റൈഡേ ഉള്ളൂ. ഏതൊക്കെ പെപ്റ്റൈഡ്? എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും. ആൻഡ് ദേ ആർ കണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട്. എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് വഴിയാണ്. ഇങ്ങനെയാണ് നമ്മളുടെ മെച്ചുവർ ഇൻസുലിൻ ഇരിക്കുന്നത്. സോ ഈ പ്രോ ഇൻസുലിൻ മെച്ചുവർ ഇൻസുലിൻ ആവുമ്പോൾ എന്താ സംഭവിക്കുക? there occurs removal of the സി പെപ്റ്റൈഡ്. ആ സി പെപ്റ്റൈഡിനെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയും. അതാണ് പ്രോ ഇൻസുലിൻ മെച്ചുവർ ഇൻസുലിൻ ആവുമ്പോൾ നടക്കുന്നത്. ആൻഡ് എ ആൻഡ് ബി ആർ joined using disulfide bond. Okay, done. Next, genetically modified plants have been useful in many ways. Write any 4 uses of genetically modified plants. ഇത് ഓൾറെഡി നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന്, അവർക്ക് മിനറൽ എഫിഷ്യൻസി യൂസേജ് കൂടുതലാണ്. നെക്സ്റ്റ്, അവരെ ഇൻക്രീസ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റ്, അവർ ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ്, അവർക്ക് കെമിക്കൽ പെസ്റ്റിസൈഡിന്റെ അളവ് കുറച്ച് മതി, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് യൂസ് ആണ്. പിന്നീട് അവർക്ക് ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂടുതലാണ്. അവർക്ക് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? യെസ്, പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറവാണ്. ഇതിൽ ഏതെങ്കിലും ഒരു 4 എഴുതി വെക്കടാ. ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്. The first clinical gene therapy was given in 1990 to a 4-year-old girl with adenosine deaminase deficiency. Yes, ADA deficiency. ആ അസുഖം വന്ന് കുട്ടിക്കാണ് നമ്മൾ ആദ്യമായിട്ട് ജീൻ തെറാപ്പി കൊടുത്തത്. What is this gene therapy? എന്താടാ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ജീൻ തെറാപ്പി മീൻസ് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് അല്ലെ, ഒരെണ്ണം അല്ല, കുറെ സാധനങ്ങളുണ്ട്. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ടു എന്തിനു വേണ്ടിയിട്ട്? ടു കറക്റ്റ് എ ഡിഫക്റ്റഡ് ജീൻ. ഒരു ഡിഫക്റ്റഡ് ജീനിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻ എ ചൈൽഡ് ഓർ എംബ്രിയോ. ഒരു ചൈൽഡില് അല്ലെങ്കിൽ ഒരു എംബ്രിയോയില് ഒരു ഡിഫക്റ്റഡ് ജീനിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സിനെ നമ്മൾ, ഒരു കളക്ഷൻ ഓഫ് മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ തെറാപ്പി. സോ ജീനിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ്, അതാണ് ജീൻ തെറാപ്പി. നെക്സ്റ്റ്, ഫസ്റ്റ് വൺ എഴുതി. റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ജീൻ തെറാപ്പി ഫോർ അഡിനോസിൻ ഡിഎമിനേസ് ഡെഫിഷ്യൻസി. ADA ഡെഫിഷ്യൻസിക്ക് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുക? ഞാനാണ് ആ കുട്ടി എന്ന് വിചാരിച്ചോ, 4 വയസ്സുള്ള കുട്ടി. കണ്ട കുട്ടിയായിട്ട് തോന്നില്ല, ബട്ട് ചിന്തിക്കുക, ഇപ്പൊ ഞാനാണ് ആ കുട്ടി. എനിക്ക് ADA ഡെഫിഷ്യൻസി ആണ്. എന്റെ ബോഡിയിൽ ADA അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എനിക്ക് എന്ത് വേണം? ആ എൻസൈം എന്റെ ബോഡിയിൽ വേണം. ആരാ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുക? നമ്മുടെ ലിംഫോസൈറ്റ്സ് ഒക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് എൻസൈം ഉണ്ടാവുക. സോ ഞാൻ, അയ്യോ എന്റെ പെണ്ണ് തെറിച്ചു പോയടാ. സോ ഞാൻ എന്ത് ചെയ്യും? എന്റെ ബോഡിയിൽ ഉള്ള ലിംഫോസൈറ്റുകൾക്ക് ആ ADA ഇല്ല. സോ എന്റെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യും? എന്റെ ബോഡിയിൽ നിന്നും എന്റെ കുറച്ച് ബ്ലഡ് എടുക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അവരെന്താന്ന് ചോദിക്കുക? ഐസൊലേഷൻ വേണ്ട, ബ്ലഡ് എടുക്കുന്നതിന് എന്തിനാ ഐസൊലേഷൻ എന്ന് പറയുന്നത്? ഐസൊലേഷൻ വേണ്ടടാ. സെപ്പറേഷൻ ഓഫ് ബ്ലഡ് ഫ്രം ചൈൽഡ്. ആദ്യം ചൈൽഡിൽ നിന്നും കുറച്ച് ബ്ലഡ് നമ്മൾ എടുക്കും. സെപ്പറേഷൻ ഓഫ് ബ്ലഡ് എന്നൊന്നും വേണ്ട. ടേക്കിംഗ് ഓഫ് ബ്ലഡ്. സെപ്പറേറ്റ് ചെയ്യണ്ടടാ, ബ്ലഡിനെ എന്തിനാ സെപ്പറേറ്റ് ചെയ്യുന്നത്? ടേക്കിംഗ് അല്ലെങ്കിൽ വിഡ്രോവൽ ഓഫ് ബ്ലഡ് ഫ്രം ചൈൽഡിൽ നിന്നും ആദ്യം കുറച്ച് ബ്ലഡ് എടുത്തു. എൻ്റെ അടുത്ത് കുറച്ച് ബ്ലഡ് എടുത്തു. ആ ബ്ലഡിനകത്താണെങ്കിൽ കുറേ സെല്ലുകളുണ്ട്. എല്ലാ സെല്ലിനെയും നമുക്ക് വേണോ? വേണ്ട, നമുക്ക് ലിംഫോസൈറ്റിനെ മാത്രം മതി. സോ ഇതിൽ നിന്നും നമ്മൾ ആരെ സെപ്പറേറ്റ് ചെയ്യും? സെപ്പറേഷൻ ഓഫ് അല്ലെങ്കിൽ ഐസൊലേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ്. ആ കുട്ടിയുടെ ലിംഫോസൈറ്റ്സിനെ മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ആ ലിംഫോസൈറ്റിലേക്ക് നമ്മൾ എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും? ഈ ലിംഫോസൈറ്റിലേക്ക് we will introduce
ADA ജീൻ. ഈ ലിംഫോസൈറ്റിലേക്ക് ഏത് ജീനിനെ ഇട്ട് കൊടുക്കും? ADA ജീൻ യൂസിങ് എന്തുപയോഗിച്ചാ ഈ ലിംഫോസൈറ്റിനകത്തേക്ക് ഈ ജീനിനെ ഇട്ട് കൊടുക്കുന്നത്? റിട്രോവൈറസ് ഉപയോഗിച്ച്. യൂസിങ് റിട്രോവൈറസ് ഉപയോഗിച്ച് ആ ലിംഫോസൈറ്റിനകത്തേക്ക് നമ്മൾ ഈ ADA ജീനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ലിംഫോസൈറ്റിനെ നമ്മൾ കൾച്ചർ ചെയ്യും. നെക്സ്റ്റ് കൾച്ചറിങ് ഓഫ് ദീസ് ലിംഫോസൈറ്റ്സ്. ഈ ലിംഫോസൈറ്റുകളെ നമ്മൾ ലിംഫോസൈറ്റ്സിനെ നമ്മൾ കൾച്ചർ ചെയ്തു. കൾച്ചർ ചെയ്ത് കൈ വെച്ചോണ്ടിരുന്നാൽ മതിയോ? പോരാ. ഈ ലിംഫോസൈറ്റിനെ തിരിച്ചു നമ്മൾ എങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും? ആ കുട്ടിയുടെ ബ്ലഡിലേക്ക് ഇട്ട് കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ നേരത്ത് ഇട്ട് കൊടുക്കുന്നതിന് എന്താടാ പറയാ? വാക്കങ്ങ് പോയല്ലോ. നെക്സ്റ്റ് ഗിവിങ് എന്ന് എഴുതാണ്. നിങ്ങൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുക. ഗിവിങ് ബാക്ക് ദി കൾച്ചേർഡ് ലിംഫോസൈറ്റ്. ഈ കൾച്ചർ ചെയ്ത ലിംഫോസൈറ്റിനെ നമ്മൾ ലിംഫോസൈറ്റ്സ് ഇൻ ടു ദി ചൈൽഡ്സ് ബ്ലഡ്. ആ കുഞ്ഞിന്റെ ബ്ലഡിലേക്ക് ഈ ലിംഫോസൈറ്റിനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ബോഡിയിൽ ഇപ്പൊ എന്താ? ADA ജീൻ ഉള്ള ലിംഫോസൈറ്റുകൾ എത്തി. ഇനി ആ ബോഡിയിൽ കടന്ന് ADA ജീനെ അവർ പ്രൊഡ്യൂസ് ചെയ്തോളും. ഓക്കെ ആണോ? സോ എന്താ നമ്മൾ ആദ്യം കുട്ടിയുടെ ബ്ലഡ് എടുത്തു, കുറച്ച് ബ്ലഡ് എടുത്തു. ആ ബ്ലഡിൽ നിന്നും ലിംഫോസൈറ്റുകളെ മാത്രം മാറ്റി ആ ലിംഫോസൈറ്റിലേക്ക് റിട്രോവൈറസ് ഉപയോഗിച്ച് ADA ജീൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ലിംഫോസൈറ്റുകളെ നമ്മൾ കൾച്ചർ ചെയ്തു. ഈ കൾച്ചർ ചെയ്ത ലിംഫോസൈറ്റിനെ തിരിച്ച് ആ കുട്ടിയുടെ ബ്ലഡിലേക്ക് ഇട്ട് കൊടുത്തു. സോ ADA ജീൻ വന്നു. ADA ഡെഫിഷ്യൻസി കറക്റ്റഡ് ആയി. ഇതെപ്പോ ചെയ്യുന്നത് ഏറ്റവും നല്ലത്? ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്താലാണ് ഇത് ഹൈലി സക്സസ്ഫുൾ ഒരു പെർമനന്റ് ക്യൂർ ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ഡസ് BT സ്റ്റാൻഡ് ഫോർ ഇൻ BT കോട്ടൺ? BT കോട്ടണിലെ BTയുടെ ഫുൾ ഫോം എന്താണ്? അത് ഏത് ബാക്ടീരിയയിൽ നിന്ന് ആ ജീൻ എടുത്ത് ആ ബാക്ടീരിയയുടെ പേരാ. ബാക്ടീരിയയുടെ പേര് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബാക്ടീരിയ ബാസിലസ് തുറിഞ്ചിയൻസിസ്. ജീനിന്റെ പേര് ക്രൈജീൻ. ഓക്കെ, നെക്സ്റ്റ്, which of the following is a curative method of ADA deficiency? ADA deficiency നമുക്ക് എങ്ങനെയൊക്കെ ക്യൂർ ചെയ്യാം? ശരിക്കും ഈ ADA deficiency ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ 3 മെത്തേഡ്സ് ഉണ്ടടാ. ഒന്നാണ് കുട്ടിക്ക് നമുക്ക് ആ എൻസൈം കുത്തിവെച്ചു കൊടുക്കാം. ഇഞ്ചക്ഷൻ വഴി ആ എൻസൈം കുത്തിവെച്ചു കൊടുക്കാം. അതിന് വിളിക്കുന്ന പേരാണ് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. സോ ഒന്നെങ്കിൽ നമുക്ക് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി വഴി ആ കുട്ടിക്ക് അസുഖം മാറ്റി കൊടുക്കാം. രണ്ടാമത് എന്ത് ചെയ്തു കൊടുക്കാം? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും മതി. സോ രണ്ടാമത്തതാണ് ബോൺ മാരോ. ഞാൻ ഇച്ചിരി ഇപ്പുറത്തോട്ട് എഴുതട്ടെ. രണ്ടാമത്തതാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. മൂന്നാമത്തതാണ് നമ്മൾ പറയുന്ന ഈ ജീൻ തെറാപ്പി. സോ ഈ 3 രീതിയിലും ഈ എൻസൈം റീപ്ലേസ്മെന്റും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഇതൊക്കെ ടെമ്പററിയാ. ജീൻ തെറാപ്പി ഏർലി എംബ്രിയോണിക്കിൽ ചെയ്താൽ പെർമനന്റ് മെത്തേഡാ. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാ ക്യൂറേറ്റീവ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, ഞാൻ ബാക്കി 3 എണ്ണം കൂടെ പറയാൻ കാരണം സപ്പോസ് വാട്ട് ആർ ദ അതർ മെത്തേഡ്സ്, ക്യൂറേറ്റീവ് മെത്തേഡ്സ് ഫോർ ADA ഡെഫിഷ്യൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണ്ടേ? നെക്സ്റ്റ്, alpha-1 antitrypsin is used to treat the disease emphysema. എംഫസിമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിന്റെ പേരാണ് alpha-1 antitrypsin. നെക്സ്റ്റ്, എക്സ്പാൻഡ് GEAC and ADA. GEAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തുന്നതിനെല്ലാം അപ്രൂവ് ചെയ്യാൻ ഒരു കമ്മിറ്റി ഇരിപ്പുണ്ട്. അതാണ് GEAC. ഇറ്റ് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അതാണ് GEAC. വാട്ട് ഈസ് ADA? നമ്മളിപ്പോൾ പറഞ്ഞ എൻസൈം അഡിനോസിൻ ഡീഅമിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ADA. വാട്ട് ഈസ് BT? ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഒരെണ്ണോട് ചോദിക്കാമല്ലോ. വാട്ട് ഈസ് PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, BT cotton contains crygenes. Name that bacterium. ആ ബാക്ടീരിയത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്നതാണ് ബാക്ടീരിയ. നെയിം 2 എക്സാമ്പിൾസ് ഫോർ ക്രൈജീൻ. എന്താ 2 എക്സാമ്പിൾ? 3 എണ്ണം തരാം. Cry1AB,
ക്രൈ 2AB, ക്രൈ 1AC. ക്രൈ 1AB ആരെ കൊല്ലും? കോൺ ബോററിനെ കൊല്ലും. ക്രൈ 2ABയും ക്രൈ 1ACയും ഇവരാരെ കൊല്ലും? ഇവര് കോട്ടൺ ബോൾ വേംസിനെ കൊല്ലും. അതായത് ചോദിച്ചില്ല, നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്. Early diagnosis is an essential for effective treatment of a disease. Write any two molecular diagnostic method. നേരത്തെ അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്. ഒന്ന് PCR, രണ്ടാമത്തത് എലൈസ. ഇത് രണ്ടും ആണ്. അല്ലെങ്കിൽ വേറെ ഒരെണ്ണം കൂടെ പറയാൻ പറഞ്ഞാൽ ഓട്ടോ റേഡിയോഗ്രാഫി കൂടെ നമുക്ക് പറയാം. ഓക്കെ, PCR എലൈസ എഴുതിയാൽ മതിയടാ. Match the following. Human alpha lactalbumin. റോസി പശുവിന്റെ, റോസി ഉണ്ടോ? ഉണ്ട്, ഇതാണ്ടേ റോസി പശു. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എലൈസ, അതിന്റെ പ്രിൻസിപ്പിൾ ആണ് എലൈസ. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ആദ്യം കണ്ടുപിടിച്ചുകൊണ്ടുവന്നത് എലി ലില്ലി കമ്പനി. ഇതാണ്ട് എലി ലില്ലി ഉണ്ട്. ക്രൈ 1AB, കോൺ ബോററും ഉണ്ട്, കോട്ടൺ ബോൾവേം ഉണ്ട്. നമ്മളെ തെറ്റിക്കാൻ വേണ്ട, പക്ഷെ നമുക്കറിയാം ക്രൈ 1AB കോൺ ബോററിൻ്റെതാണ്. ഓക്കെ, കോട്ടൺ ബോൾവേംസിന് ഒരു ഉത്തരവും ഇല്ല ഇവിടെ. നെക്സ്റ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതോടാണ് ഇപ്പൊ ടിപ്പിക്കലി നമ്മളെല്ലാം കവർ ചെയ്തു. അപ്പോൾ മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ. ഹായ്, എനിക്ക് ഭയങ്കര ഇഷ്ട പേര് പറയാൻ. മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ എന്ന് പറയുന്നത് ഒരു നെമറ്റോഡാ അല്ലെ? ആരെ ഉപദ്രവിക്കുന്ന നെമറ്റോഡാടാ? ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ടിനെ ഉപദ്രവിക്കുന്ന നെമറ്റോഡ്. ഈ ഇൻഫെക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബയോടെക്നോളജിക്കൽ മെത്തേഡ് വഴിയാണ്. നെയിം ദിസ് മെത്തേഡ് അല്ലെങ്കിൽ നെയിം ദാറ്റ് സ്ട്രാറ്റജി. എന്താ സ്ട്രാറ്റജിയുടെ പേര്? ഇറ്റ് ഇസ് കോൾഡ് RNAi, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം ആണ് RNA ഇന്റർഫെറൻസ്. RNA ഇന്റർഫെറൻസ് വഴിയാണ് നമ്മൾ ഈ മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കളയുന്നത്. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? എക്സ്പ്ലെയിൻ ദിസ് പ്രോസസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറയാം, നോക്കിയോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വി ഇൻസേർട്ട് ദി RNA ഇന്റർഫെറൻസ് ജീൻ, അതിനുള്ള ജീനെ RNAi ജീൻ ഇൻറ്റു ദി ടൊബാക്കോ പ്ലാന്റ്. നമ്മൾ ആദ്യം ആ ടൊബാക്കോ പ്ലാന്റിലേക്ക് ആ RNA ഇന്റർഫെറൻസിന്റെ ജീനെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ജീനെ ഇട്ട് കൊടുത്തു. ആ ജീൻ RNA ഇന്റർഫെറൻസിന്റെ ജീൻ ഇപ്പൊ ടൊബാക്കോ പ്ലാന്റിനുള്ളു. ഇനി ആ ടൊബാക്കോ പ്ലാന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? രണ്ട് RNA പ്രൊഡ്യൂസ് ചെയ്യും. സെൻസ് RNA പ്രൊഡ്യൂസ് ചെയ്യും, ആന്റി സെൻസ് RNA പ്രൊഡ്യൂസ് ചെയ്യും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്, ദ ടൊബാക്കോ പ്ലാന്റ് will produce sense RNA and anti-sense RNA. അത് സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യും, ആന്റി സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് RNA കൂടി ചേർന്നിട്ട് അത് എന്തായി മാറും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഡബിൾ സ്ട്രാൻഡഡ് RNA. ഇത് രണ്ടും കൂടെ ചേർന്നൊരു ഡബിൾ സ്ട്രാൻഡഡ് RNA, കാരണം ഇവർ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സാധനങ്ങളാ, രണ്ടുപേരോട് ഒരുമിച്ച് ചേർന്നൊരു ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിട്ട് മാറും. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA will cause silencing of the mRNA of nematode. ഇതാണ് എന്ത് ചെയ്യുന്നത്? ആ നെമറ്റോഡിന്റെ mRNA സൈലൻസിങ് ചെയ്ത് കളയും, നശിപ്പിച്ച് കളയും. ദിസ് ഈസ് നോൺ ആസ് RNA ഇന്റർഫെറൻസ്. ഇതാ നടക്കുക. എന്താ നടക്കുക? നമ്മൾ RNA ഇന്റർഫെറൻസിനുള്ള ജീനെ എവിടെ ഇട്ട് കൊടുത്തു? ടൊബാക്കോ പ്ലാന്റിൽ ഇട്ട് കൊടുത്തു. ടൊബാക്കോ പ്ലാന്റ് ആ ജീൻ വെച്ചിട്ട് സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യും, ആന്റി സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ടാളും കൂടെ ബൈൻഡ് ചെയ്തിട്ട് ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാക്കും. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ് വന്നിട്ട് നമ്മളുടെ mRNA, നെമറ്റോഡിന്റെ mRNA മുറിച്ചു കളയുന്നത്. ദിസ് ഈസ് ദി സൈലൻസിങ് ഓഫ് mRNA, RNA ഇന്റർഫെറൻസ്. ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മാച്ച് ഫോളോയിങ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എപ്പോഴും ആരുടേതാ? എലൈസയുടേതാടാ അല്ലെ? എലൈസയുടേതാണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ആൽഫ ലാക്റ്റാൽബുമിൻ, ഹ്യൂമ ആൽഫ ലാക്റ്റാൽബുമിൻ, റോസി പശു. യെസ്, റോസി ഉണ്ട് ഇവിടെ. ആൽഫ 1 ആന്റിട്രിപ്സിൻ, എംഫിസിമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. ആൽഫ 1 ആന്റിട്രിപ്സിൻ, എംഫിസിമ, ജീൻ തെറാപ്പി, ADA ഡെഫിഷ്യൻസിക്കുള്ളത്. ക്ലിയർ? സോ ഇത്രയുമാണ് നമ്മളുടെ sure questions from biotechnology and its applications. Okay, done.
നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ഇത്രയും പോർഷൻ നിന്നാണ്. എല്ലാ പോർഷനും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറക്കി എടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിച്ചോ. ബൈ, സീ യു.